റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കരിപ്പൂർ സ്വർണം പൊട്ടിക്കൽ കേസിൽ വൻ ട്വിസ്റ്റ്. സ്വർണം പൊട്ടിക്കാൻ ലക്ഷ്യമിട്ടത് കണ്ണൂരിലെ അർജുനായങ്കിയുടെ കൂട്ടാളികൾ. നേരത്തെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കാണാതായ മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി മുഹമ്മദ് സൽമാൻ സാലിഹാണ് സ്വർണം കൊണ്ടുവന്നത്. യഥാർത്ഥ ഉടമയ്ക്ക് സ്വർണം കൈമാറാതെ അർജുനായങ്കിയുടെ കൂട്ടാളിയായ അഭിജിത്ത് പറയുന്നയാൾക്ക് സ്വർണം കൊടുക്കാൻ സൽമാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അവർക്കും സ്വർണം കൈമാറാതെ നിലമ്പൂർ സ്വദേശിയായ ഷബിയും സാദിഖും അടങ്ങുന്ന സംഘത്തിന് സ്വർണം പങ്കിട്ടു. കേസിൽ സാലിഹിനെയും സാദിഖിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്വർണം കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. മുബഷീർ പി അക്ബറാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. മുബഷീർ, അർജുനായങ്കിക്ക് സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായുള്ള ബന്ധം നേരത്തെ തന്നെ കണ്ടെത്തിയതാണ്. അർജുന് കൂട്ടാളികളിലേക്ക് ഈ ഘട്ടത്തിൽ പല കേസുകളിലും അന്വേഷണവും പോയിട്ടുള്ളതാണ്. അതിലൊരു പ്രധാനിയായ അഭിജിത്തിന് സ്വർണം നൽകാനാണ് തീരുമാനിച്ചിരുന്നെങ്കിലും മറ്റൊരാൾക്ക് ഇത് നൽകുകയായിരുന്നു. അതായത് സ്വർണം പൊട്ടിക്കലിൽ തന്നെ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടാവുകയാണല്ലേ. ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണം ഏത് രീതിയിലാണ്? നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഗുഡ് ഈവനിംഗ് വിനീത. സാധാരണ കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്ത് കേസുകളിൽ കാണുന്നത് കേവലം 2-3 ആളുകളെ പിടികൂടും, അതിന്റെ കാരിയറെ പിടികൂടും, അതിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസിന്റെ ഭാഗത്ത് ശ്രമം ഉണ്ടാകാറില്ല. പക്ഷേ ഇത്തവണ അതിന്റെ ഉറവിടം കണ്ടെത്താൻ പാകത്തിലുള്ള നീക്കങ്ങളാണ് കരിപ്പൂർ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ പ്രത്യേക നിർദ്ദേശം അവർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇക്കഴിഞ്ഞ 7-ാം തീയതി, അതായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയോടുകൂടി ദുബായിൽ നിന്നും മുഹമ്മദ് സൽമാൻ സാലിഹ് ആഭ്യന്തര വിപണിയിൽ ഏകദേശം 2 കോടി രൂപയ്ക്ക് മുകളിൽ വില വരുന്ന സ്വർണവുമായിട്ട് കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറക്കുന്നത്. ഈ ദുബായിൽ നിന്നും അനസ് എന്ന് പറയുന്ന വ്യക്തിയാണ് മീഡിയേറ്ററായിട്ട് ഈ സ്വർണം സാലിഹിനെ ഏൽപ്പിക്കുന്നത്. സാലിഹിന്റെ കൂടെ കാരിയറായിട്ട് മറ്റൊരു വ്യക്തി സുബൈർ എന്ന് പറയുന്ന മലപ്പുറം സ്വദേശിയെ പറഞ്ഞയക്കുന്നുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്നതുവരെ സ്വർണം കൊണ്ടുപോകാൻ അനുവാദം കൊടുത്തിരുന്ന മുഹമ്മദ് സാലിഹിനായിരുന്നു. വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്നതോടെ സ്വർണം സുബൈറിനെ ഏൽപ്പിക്കണം എന്നുള്ളതായിരുന്നു അനസ് സാലിഹിനോട് പറഞ്ഞിരുന്നു. പക്ഷേ സാലിഹ് അങ്ങനെ ചെയ്യുന്നില്ല. ആ സ്വർണം നേരത്തെ ചർച്ച ചെയ്ത പ്രകാരം അർജുനായങ്കിയുടെ സംഘത്തിന് 40 ലക്ഷം രൂപ വൈകിയതിനു ശേഷം കൈമാറാമെന്നുള്ള ധാരണ ആദ്യം ഉണ്ടാക്കുന്നു. പക്ഷേ ആ ധാരണയും അട്ടിമറിച്ചുകൊണ്ട് അർജുനായങ്കിയുടെ സംഘത്തെയും കബളിപ്പിച്ചുകൊണ്ട് നിലമ്പൂരിലുള്ള ഷബിയുടെയും സലിയുടെയും സാദിഖിന്റെയും സംഘത്തോടൊപ്പം ഈ മുഹമ്മദ് സൽമാൻ സാലിഹ് എന്ന് പറയുന്ന മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി എറണാകുളത്തെ വാടകമുറിയിൽ വെച്ചത് പങ്കിട്ടെടുത്തു എന്നുള്ളതാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേരളത്തിലേക്ക് എത്തിച്ച സ്വർണം പൊട്ടിക്കുന്നതിന് വേണ്ടിയാണ് അർജുനായങ്കിയുടെ സംഘത്തിൽപ്പെട്ട 9 ആളുകൾ കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഈ സംഘത്തെ കൂടാതെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളൊരു സംഘമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്നൊരു സംഘം ഉൾപ്പെടെ 3 സംഘം ആളുകൾ 3 വാഹനത്തിലായിരുന്നു അന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. സംശയാസ്പദമായ രീതിയിൽ ഇവരെ കാണുന്നു, ചോദ്യം ചെയ്യുന്നു, പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഇക്കാര്യത്തിൽ സ്വർണം എവിടെ നിന്ന് ആര് കൊണ്ടുവന്നെന്ന കാര്യത്തിലായിരുന്നു പോലീസിന് ഒരു വ്യക്തത കുറവുണ്ടായിരുന്നത്. അത് ഈ സൽമാൻ സാലിഹിനെ വിശദമായി ചോദ്യം ചെയ്തോടെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ സ്വർണം, അതായത് ഈ കള്ളക്കടത്ത് സ്വർണം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. അത് വൈകാതെ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ പോലീസിനുണ്ട്. ഇക്കാര്യത്തിൽ അർജുനായങ്കിയുടെ സംഘത്തിന്റെ പങ്കിനെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സംഘം വ്യാപകമായിട്ട് കള്ളക്കടത്ത് നടത്തിയിരുന്നു, അല്ലെങ്കിൽ കള്ളക്കടത്ത് നടത്തി കൊണ്ടുവരുന്ന സ്വർണം പൊട്ടിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. നേരത്തെ രാമനാട്ടുകര നടന്ന വാഹനാപകടം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണെന്ന് സുജിത്ദാസ് അർജുനായങ്കിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ജാമ്യവ്യവസ്ഥയിൽ മുന്നോട്ട് പോകുന്നിടയിൽ ആ ജാമ്യം റദ്ദാക്കണമെന്ന ചർച്ചകൾ പോലീസുകാർക്കിടയിൽ തന്നെ നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് അർജുനായങ്കിയുടെ പങ്ക് വ്യക്തമാക്കുന്ന മറ്റൊരു സംഭവം കൂടി കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി ആരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ളതിൽ നോക്കിക്കാണേണ്ടത്. അതോടൊപ്പം തന്നെ SP ചൈത്ര തെരേസ ജോൺ, കരിപ്പൂർ പോലീസ് ഇൻസ്പെക്ടറായിട്ടുള്ള പോലീസ് ഇൻസ്പെക്ടർ എന്നിവരുടെ അന്വേഷണ മികവിനെടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഓരോ കണ്ണികളായി പൊട്ടിച്ചുകൊണ്ട് ആ ഉറവിടത്തിലേക്കുള്ള അന്വേഷണവുമായിട്ട് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിനിത, ശരി, അതറിയണം. ഈ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾക്ക് പിന്നിൽ ആരൊക്കെയാണ് എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. കുറച്ചുനാൾ മുമ്പ് വരെ നിർജീവമായിരുന്ന സ്വർണം പൊട്ടിക്കൽ സംഘം വീണ്ടും സജീവമാകുന്നു. വിമാനത്താവള പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് മാഫിയകളായി മാറിയ സംഘത്തിനെതിരെ പോലീസ് കർശന നടപടികൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ പല സ്വാധീനങ്ങളാലും പുറത്തിറങ്ങിയ സംഘാംഗങ്ങൾ വീണ്ടും ഇതേ പണി തുടരുന്നു എന്നാണ് സമീപകാലത്തെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. AK അഭിലാഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. അഭിലാഷ്, അതാണ് സ്വർണം പൊട്ടിക്കലിലെ ഓരോ കണ്ണികളെയും മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും വീണ്ടും അത് പലയിടങ്ങളിൽ നിന്നായി കൂടിച്ചേരുന്നു എന്ന് കാണാൻ സാധിക്കും. എവിടെയൊക്കെയോ അന്വേഷണത്തിൽ വീഴ്ച വരികയാണ്. അന്വേഷിച്ച് ഈ പ്രതികളെ പിടികൂടിയാൽ പോലും അതിന്റെ ഉറവിടത്തിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന നിലയ്ക്കൊക്കെ കാര്യങ്ങൾ മാറുമ്പോഴാണ് ഈ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ വീണ്ടും സജീവമാകുന്നതല്ലേ അഭിലാഷ്?
തീർച്ചയായിട്ടും ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. അതായത് സ്വർണം പൊട്ടിക്കലും അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്തുമാണ്. ഈ സ്വർണ്ണക്കടത്ത് കുറയുമ്പോഴാണ് നേരത്തെ ഇത്തരത്തിൽ കടത്ത് അല്ലെങ്കിൽ പൊട്ടിക്കൽ സംഘവും നിർജ്ജീവമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം 2024 ഇറക്കുമതി ചുങ്കം കുറയ്ക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഈ വലിയ തരത്തിൽ ഇത്തരത്തിൽ സ്വർണം വിദേശത്ത് നിന്ന് വരികയൊക്കെ ചെയ്തിരുന്നു. ഇത് വലിയൊരു പ്രശ്നമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ സ്വർണം പൊട്ടിക്കൽ സംഘമടക്കം സജീവമാകുകയും ചെയ്തത്. ഇത് ഇടതുപക്ഷവുമായി LDFുമായി ചേർന്ന് നിൽക്കുന്ന സംഘമാണ് എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്ന ഒരു സംഭവമായിരുന്നു. ഏതായാലും നേതൃത്വം ശക്തമായി ഇടപെടുകയും പോലീസ് അന്ന് ഭരണമടക്കം ഉള്ളപ്പോൾ പോലീസും അതോടൊപ്പം തന്നെ ശക്തമായി ഇവർക്കെതിരെ രംഗത്ത് വരികയൊക്കെ ചെയ്തിരുന്നു. ഇവർ ഒരു സംഘടനയുടെ മേലാങ്കി അണിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലായിരുന്നു അന്ന് അവരുടെ പ്രവർത്തനം. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള ശക്തമായ നടപടിയിലേക്ക് അവർ കടക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ സ്വർണത്തിൻ്റെ വലിയ തരത്തിൽ ഇറക്കുമതി തീരുവ കുറയ്ക്കുകയൊക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കടത്ത് കുറഞ്ഞു. അതിനാനുപാതികമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ പൊട്ടിക്കൽ സംഘവും നിർജ്ജീവമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഇത് രണ്ടും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഇപ്പോൾ ഇറക്കുമതി ചുങ്കം കുറയ്ക്കുന്നു. ഏതാണ്ട് 1 കിലോ സ്വർണം നാട്ടിലേക്ക് എത്തിച്ചാൽ 20 ലക്ഷത്തോളം രൂപ അതിൽ നിന്ന് ലാഭം വരുന്നു. അതോടൊപ്പം തന്നെ GST ഇനത്തിൽ 3% കൂടി കൂട്ടുമ്പോൾ ഏതാണ്ട് 25 ലക്ഷത്തോളമാണ് 1 കിലോ സ്വർണം നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ ഈ കടത്ത സംഘത്തിൽ ലഭിക്കുന്നത്. ഇതോടുകൂടി തന്നെയാണ് ഇപ്പോൾ പൊട്ടിക്കൽ സംഘം കൂടി സജീവമാകുന്നത്. അതിനൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വം മാറുമ്പോൾ അവരെ ശക്തമായി നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി ഇല്ലാതാവുന്നു. ഇതോടുകൂടി തന്നെ ഈ സംഘം സജീവമാകുകയും ഇത്തരത്തിലും പ്രവർത്തികളിൽ വലിയ തരത്തിൽ ഇടപെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം രാമനാട്ടുകരയിലെ അപകടമടക്കമുള്ള സംഭവങ്ങളിൽ ശക്തമായ ഇടപെടലുകളായിരുന്നു അന്ന് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. അതിന് സമാനമായ നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇപ്പോൾ പൊട്ടിക്കൽ സംഘം സജീവമായിക്കൊണ്ട് തന്നെ കരിപ്പൂരും അതോടൊപ്പം തന്നെ മറ്റ് വിമാനത്താവളങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, AK അഭിലാഷും ഒപ്പം മുബഷീർ പ്രയാക്കറും വിശദാംശങ്ങൾ നൽകിയായിരുന്നു. ഏതായാലും